പ്രജിതേ, ഈ ചൈന അമേരിക്കക്കിട്ട് എന്തെങ്കിലും ഒരു യുദ്ധത്തിന് പ്ലാനോ എന്തെങ്കിലും ഉണ്ടോ? അതായത് ട്രംപ് വന്നതിന് ശേഷം താരിഫ് യുദ്ധമാണ്. അതെ, താരിഫ് യുദ്ധം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ട്രംപ് വരുമ്പോൾ ട്രംപിനെ എങ്ങനെയും അവരുടെ ഒരു മേൽക്കോയ്മ നിലനിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആ മേൽക്കോയ്മ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളാണ് എല്ലാം, അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം തീരുമാനിക്കും എന്നുള്ള രീതിയിലാണ്. സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ അതെ, അത് എല്ലാ നേട്ടവും ഞങ്ങൾക്ക്. അതെ, അങ്ങനെ വരും. അപ്പോൾ ട്രംപിനോട് അതിനോട് കിടപിടിച്ച് നിൽക്കാനായിട്ട് ചൈനയുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൈനയ്ക്കാണ് ഏറ്റവും ഇടിച്ചു നിൽക്കേണ്ടത് ഇവരോട്. അപ്പൊ ചൈന എന്ത് ചെയ്തു വെച്ചാൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം വേണം എന്നുള്ള രീതിയിൽ പുതിയൊരു പദ്ധതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ആ വഴിയെങ്കിലും ട്രംപിനെ മെരുക്കുക, ട്രംപിന്റെ ഈ ഒരു താരിഫ് യുദ്ധത്തെ മറികടക്കുക എന്നുള്ളതാണ് ചൈന ലക്ഷ്യമിടുന്നത്. നടക്കാതിരിക്കാനുള്ള വഴിയൊന്നുമില്ല. കാരണം എല്ലായ്പ്പോഴും ഒരാൾ തന്നെ എപ്പോഴും ജയിച്ചു നിൽക്കില്ലല്ലോ. അപ്പോൾ ഒരാൾ എപ്പോഴും എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജയിക്കുമ്പോൾ അയാൾക്കെതിരെ ആരെങ്കിലും ഒരാൾ വരും. നമ്മൾ പറയില്ലേ, കുറച്ചുപേര് വരും. അത്തരത്തിലാണ് ആസിയാൻ കൂട്ടായ്മയുണ്ട്. ആസിയാൻ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള അതിൽ അംഗങ്ങളായിട്ടുള്ള 10 രാജ്യങ്ങൾ. ഈ 10 രാജ്യങ്ങളിലുള്ളവർക്ക് 5 വർഷത്തെ പ്രത്യേക വിസ ചൈന അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചൈനീസ് വിദ്യാർത്ഥികളോടൊക്കെയും ട്രംപ് വളരെ ട്രംപിന്റെ എതിർപ്പും ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിസ പദ്ധതിയുമായിട്ട് ചൈന രംഗത്തെത്തുന്നത്. അപ്പോൾ ഈ ബിസിനസ്സുകാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ തന്നെയാണ് ചൈന ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. ഈ നീക്കം ചൈനയുടെ അതിർത്തികൾ കൂടുതൽ രാജ്യങ്ങൾക്കായിട്ട് തുറന്നിടുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ ചൈനയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആസിയാൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്കും ചൈനയുടെ നിരീക്ഷണ പദവിയിലുള്ള തിമോർ ലെസ്റ്റയിലുള്ളവർക്കുമൊക്കെ ചൈനയിൽ വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ ഇതുവഴി സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ സിംഗപ്പൂർ, തായ്ലാൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ചൈന അനുവദിച്ചിട്ടുള്ള വിസ ഇളവുകളാണ് ആസിയാൻ വിസയിലൂടെ മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ ബാധകമായി തീരുന്നത്. അത് മറ്റു രാജ്യങ്ങൾക്കും ഉപകാരമായി തീരുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 5 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രിയാണ് കിട്ടുന്നത്. ഓരോ തവണയും പരമാവധി 6 മാസം ഇതുവഴി ചൈനയിൽ അവർക്ക് തങ്ങാൻ കഴിയും. അപ്പോൾ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം ശക്തമാക്കുന്നതിനും ചൈനയിലേക്കുള്ള ലോകത്തിൻ്റെ പ്രവേശനം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു പദ്ധതി എന്നാണ് ചൈനീസ് വക്താവൊക്കെ പറയുന്നത്. അടുത്തിടെ ബ്രസീൽ, അർജന്റീന, ചിലി, പെറു, ഉറുഗ്വേ എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ചൈന വിസ ഫ്രീ എൻട്രി സൗകര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 ആദ്യ പാദത്തിൽ ചൈനയിലേക്ക് 90 ലക്ഷം വിദേശികളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ചത് 40% വർധനയാണ്. അത് വലിയ രീതിയിലുള്ള വർധന തന്നെയാണ്. വിദേശ നിക്ഷേപമുള്ള 18,000 പുതിയ സംരംഭങ്ങളും ഈ വർഷം ചൈനയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ വലിയ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ അമേരിക്കയേക്കാൾ മുമ്പിൽ താൻ എത്തണം എന്നുള്ളതാണ് ചൈന ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തായാലും അമേരിക്കയുടെ ഈ പറയുന്ന വ്യാപാര യുദ്ധം, അതിനെതിരെ എല്ലാ രാജ്യങ്ങളും തന്നെ ഇപ്പോൾ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രംപിനാണെങ്കിൽ ഇത് എന്താ പറയുന്നത് എന്നുള്ള വെളിവൊന്നുമില്ല. ഇന്ന് പറയുന്നത് ആശാൻ ചിലപ്പോൾ അടുത്ത സെക്കൻഡ് പറയൂല, അല്ലെങ്കിൽ അടുത്ത ദിവസം പറയുന്നത് വേറെ ആയിരിക്കും. തീരുവയുടെ റേറ്റ് പോലും ഈ പറയുന്ന ഒരു സംഖ്യ പറയുമല്ലോ, ഇത്ര ശതമാനം നാളെ തെറ്റിച്ചായിരിക്കും പറയുന്നത്. അത് ഇപ്പോൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കൊക്കെ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ റഷ്യയിൽ നിന്ന് ആരെങ്കിലും വാങ്ങും, അപ്പൊ സ്വാഭാവികമായും അമേരിക്കയിലേക്ക് ചെല്ലും. അപ്പൊ ഇപ്പുറത്ത് സൗദിയും UAE ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പറഞ്ഞു കസക്കിസ്ഥാന്റെ കാര്യം, അവരും ഒക്കെ വരികയാണ്. അപ്പോൾ ഇവരെയൊക്കെ മെരുക്കാൻ അമേരിക്ക എന്ത് ചെയ്യും?
അതിനുള്ള പണികളും അമേരിക്ക തുടങ്ങേണ്ടിയിരിക്കുന്നു. ബദൽ സംവിധാനം തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ട്രംപ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്, ട്രംപ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം തന്നെ ബൂമറാങ് ആയിട്ട് ട്രംപിലേക്ക് തന്നെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഈ ആസിയാൻ രാജ്യങ്ങൾക്ക് പുതിയ വിസ അവതരിപ്പിച്ചത് അത് ചൈനയുടെ പുതിയൊരു തന്ത്രമാണ്. അപ്പൊ അതുവഴി അവർ അമേരിക്കക്കെതിരെയുള്ള ഒരു നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പൊ ഇതുവഴി അവർക്കാണെങ്കിൽ ഗുണമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിലൊക്കെ സഹകരണം ശക്തമാക്കുന്നതിനും ചൈനയിലേക്ക് പ്രവേശനം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമൊക്കെ അത് ഗുണകരമാവും. മാത്രമല്ല ഏഷ്യയിലെ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നതും ചൈനയാണ്. പല രംഗങ്ങളിലും ചൈന അമേരിക്കയെ കടത്തി വെട്ടുകയും ചെയ്യുന്ന സാഹചര്യം ചൈനയാണ്. അത് തമ്മിലുള്ള യുദ്ധമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു ടക്ക് ഓഫ് വാർ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടല്ലോ. ഞാനാണോ വലുത്, നീയാണോ വലുത് എന്നുള്ള ഒരു ചോദ്യം ഇവർക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യാപാര രംഗത്ത് അമേരിക്കയേക്കാൾ കൂടുതൽ മൂല്യം ഈ പറയുന്ന ചൈനക്കാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആഗോള മരുന്ന് വ്യവസായം, ആ മരുന്ന് വ്യവസായത്തിന്റെ ഭൂരിഭാഗവും ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് അമേരിക്ക ആദ്യം തന്നെ അമേരിക്കയുടെ ആദ്യം എന്നുള്ള പോളിസി ട്രംപ് കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആദ്യ പടിയായിട്ടാണ് ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് കനത്ത താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയത്. അപ്പോൾ നമ്മളെ ഒരുപാട് ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന അമോക്സിസിൽ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അതിന്റെ അമേരിക്കയിലെ നിർമ്മാതാവ് എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പൊ മരുന്ന് ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ 80% നിയന്ത്രിക്കുന്നതും ഈ പറയുന്ന ചൈനയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ആഭ്യന്തര മരുന്ന് വിപണിയിൽ അവരുടെ ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ട്രംപ് താരിഫ് കൊണ്ടുവരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അപ്പൊ അമേരിക്ക ഇതിനകം തന്നെ നിരവധി അവശ്യ മരുന്നുകളുടെ ക്ഷാമം നേരിടുകയും ചെയ്യുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ അവസരം ചൈന മുതലാക്കാനും ശ്രമിക്കും. ഈ ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള കരാറ് അവിടെ നിൽക്കെ തന്നെ ഈ മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ചൈന കടുംപിടുത്തം പിടിക്കും. കാരണം അവിടെ അമേരിക്കയിൽ അവശ്യ മരുന്നുകളുടെ ക്ഷാമം വരുന്നുണ്ട്. ഒരടിക്ക് മറ്റൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നത് പ്രകാരം തന്നെയാണ്. അപ്പോൾ എന്തായാലും സെൻസസ് ബ്യൂറോയിൽ നിന്നുള്ള വ്യാപാര ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റ പ്രകാരം ഹൈഡ്രോ കോർട്ടിസോൺ ഇറക്കുമതിയുടെ 96%, ഐബുപ്രൊഫൈൻ ഇറക്കുമതിയുടെ 90%, അങ്ങനെയുള്ള പലതിൻ്റെയും കൂടുതൽ ശതമാനക്കണക്കിൽ ഇറക്കുമതി ചെയ്യുന്നതൊക്കെ ചൈനയിൽ നിന്നാണ്. ഈ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചേരുവകളിൽ നിന്നാണ് ഇന്ത്യ ഈ പറയുന്ന ജനറിക് മരുന്നുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളിവിടെ ജനറിക് മെഡിസിൻ കൊടുക്കുന്നത്. ഈ ജനറിക് മെഡിസിൻസ് ആണ് ജനൌഷധി കേന്ദ്ര എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അമേരിക്ക ചൈനീസ് ഔഷധങ്ങളെ ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2019 തന്നെ അമേരിക്ക ചൈന സാമ്പത്തിക സുരക്ഷാ അവലോകന കമ്മീഷൻ അമേരിക്കയുടെ ഔഷധ ദുർബലതകളൊക്കെ വിലയിരുത്താൻ വേണ്ടി ശുപാർശ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലൊക്കെ വന്നാലും ഈ ജനറിക് മരുന്നുകൾക്ക് താരിഫ് ചുമത്തി ഇതുകൊണ്ടൊന്നും വലിയ കാര്യം സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം മരുന്നുകളുടെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച് ട്രംപിന്റെ ഭീഷണികൾക്ക് പിന്നിലെ ഒരു പ്രധാന ലക്ഷ്യം മരുന്ന് ഉൽപാദനം അമേരിക്കയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുന്ന ചൈന സമ്മതിക്കേണ്ടി വരും. അത് ചൈനയിൽ നിന്നാണ് എത്തിക്കുന്നത്. അതിന്റെ ഭൂരിഭാഗവും എത്തിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അതെ. അപ്പോൾ ചൈന പറയുന്നിടത്തേക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് എത്തേണ്ടി തന്നെ വരും. തീർച്ചയായിട്ടും. ചൈനയുടെ ബുദ്ധി എന്ന് പറയുന്നത് ട്രംപിനെ വെട്ടുന്നത്. ട്രംപിനെ കിളിപോയ ബുദ്ധിയാണെങ്കിൽ ഷീ ജിൻപിങ്ങിൻ്റെത് അതിനപ്പുറം ഉള്ളതാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ വിസ പദ്ധതി ആണെങ്കിലും മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൈനയുടെ നീക്കങ്ങളാണെങ്കിലും അത് അമേരിക്കയുടെ കരണത്തടിക്കുന്നത് തന്നെയായിരിക്കുമെന്ന് വേണം പറയാനായിട്ട്.